ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ബോട്ടിലാണ്. അതിനെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഫോം ഷീറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ആയിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സെയിം അളവിലൊന്നും അല്ലെങ്കിലും ഏകദേശം സ്ക്വയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്യാതെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. എനിക്കിഷ്ടമുള്ള രീതിയിൽ അവിടെ ആയിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് ഞാൻ ഒമാനിൽ നിന്ന് ലാസ്റ്റായിട്ട് എടുത്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. അതിനുശേഷം നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നാട്ടിലാണ് ഉള്ളത്. ഇനി മുതൽ നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോസായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ കുറച്ച് പ്രഗ്നൻസിൻ്റെ വിഷയമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കറക്റ്റായിട്ട് വീഡിയോസ് എടുക്കാനോ അപ്ലോഡ് ചെയ്യാനൊന്നും കഴിയാതെ എത്തുന്നത്. അപ്പോൾ നമ്മൾ മിന്നുകുട്ടീനെയും തെന്നുകുട്ടീനെയൊക്കെ നാട്ടിൽ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. മിന്നുവിനെ 2ാം ക്ലാസ്സിലും തെന്നുവിനെ LKGയിലുമാണ് ചേർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബോട്ടിലായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഈ ഒരു വർക്ക് കാണാനായിട്ട്. പക്ഷേ എങ്കിൽ നമ്മൾ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ആൻറ്റിക്ക് ലുക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടിയത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴെ വരെയും കംപ്ലീറ്റ് ആയിട്ട് ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ അറേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. നമ്മൾ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു. പിന്നെ ഞാനിവിടെ ബോട്ടിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആദ്യം ബോട്ടിലിനെ കവർ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കുക. ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എത്ര വലുപ്പത്തിലാണോ നമുക്ക് ഫോം ഷീറ്റ് ആവശ്യമുള്ളത് ആ ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഫോം ഷീറ്റിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഫോം ഷീറ്റ് ഉരുകി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മൾ ഫോം ഷീറ്റ് ഒട്ടിക്കുന്ന സമയത്ത് അത് അടർന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഒട്ടി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഫോം ഷീറ്റ് തന്നെ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അധികമായിട്ട് കളറൊന്നും യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ വാട്ടർ മിക്സ് ചെയ്തിട്ട് നല്ല ലൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് തന്നെ ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ഗോൾഡ് പേൾ മെറ്റാലിക് കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോട്ടിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സെയിം രീതിയിൽ തന്നെ ഗോൾഡ് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ അതിൽ കോപ്പർ കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.